പലപ്പോഴും ഈ വാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. റോഡിൽ ഇറങ്ങി അഭ്യാസം കാണിക്കരുത് എന്നുള്ളത്. പണി പുറകെ വരും എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസോ MVD ഒക്കെ പുറകെ വരും എന്നുള്ളത് മാത്രമല്ല, ജീവന് പോലും ആപത്താണ്. ഇതാ ഒരു ഉദാഹരണം നോക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡിൽ യുവാക്കൾ അവരുടെ അഭ്യാസങ്ങളൊന്നും അവസാനിക്കുന്നേയില്ല. ഇതാ കണ്ടോ, ഇത്തവണ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലെത്തിയ കാറിലാണ് യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തിരിക്കുന്നത്. ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിനും മൂന്നാറിനും ഇടയിലെ പാതയിൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, എത്ര പറഞ്ഞാലും കേൾക്കാത്ത കുറെ ആൾക്കാരുണ്ടാകും. നല്ല റോഡ് കണ്ടാൽ അതിൽ അഭ്യാസം കാണിക്കുക എന്നുള്ളത് പലരുടെയും ശീലമാണ്. അതാണ് ദാ ഇപ്പോൾ ഇവിടെയും കാണിക്കുന്നത്. പറയൂ, ഇവരാരാണ്? പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരെ കിട്ടിയിട്ടുണ്ടോ? പണി പറയെ വരത്തില്ലേ? പൂജ, ഇതുവരെ ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച പരിശോധനകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. മൂന്നാർ മുതൽ ദേവികുളത്തേക്ക് പോകുന്ന ഗ്യാപ്പ് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ വാഹനത്തിന് ശരീരം പുറത്തേക്ക് ഇട്ട് യാത്ര ചെയ്തത്. ഈ മാസം ഇത് മൂന്നാമത്തെ സംഭവമാണ്. ഇതിനു മുമ്പുള്ള 2 സംഭവങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും സാമൂഹ്യ സേവനത്തിന് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ പുതുച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഈ വാഹനം സഞ്ചരിക്കുന്നത് ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലാണ്. കാരണം ഇതിന്റെ പിന്നിൽ പോകുന്ന വാഹനത്തിന്റെ ക്യാമറയിൽ കൃത്യമായി വേഗത കൂട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനം പോകുന്നത് ഏതാണ്ട് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ മുന്നിലുള്ള വാഹനം അതിലും വേഗത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഈ റോഡിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടത്തേക്കും വലത്തേക്കും വളരെ വലിയ വളവുകളുള്ള ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ വാഹനം വീശുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വാഹനം വളയ്ക്കുമ്പോൾ തന്നെ ഇവർ ഈ വാഹനത്തിൽ നിന്ന് തെറിച്ചു പോയി പോലും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സമീപത്തോടെ പോകുന്ന വാഹനത്തിന്റെ അടിയിലേക്കായിരിക്കും ഇവർ തെറിച്ചു നിന്ന് വീഴുക. അത്തരത്തിൽ ഇവർ മാത്രമല്ല, മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലാണ്, വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഇവർ ഓടിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവാക്കൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കർശന നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇങ്ങനെ തുടർച്ചയായി നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈ മേഖലയിൽ പ്രത്യേക പരിശോധനകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം നല്ല റോഡാണ്, വീതിയുള്ള റോഡാണ്, മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് കാണുമ്പോൾ അതിന്റെ വേഗത്തിൽ സഞ്ചരിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും യുവാക്കൾ പലപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ 3 സംഭവങ്ങൾ മറ്റുള്ളവർ പകർത്തി ഇത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ നൽകിയതുകൊണ്ടാണ് പുറത്താവുന്നത്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ അവിടെ ആ മേഖലയിൽ ഉണ്ടാകുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു പ്രത്യേക പരിശോധന അവിടെ നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് തന്നെ പോവുകയാണ്. ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.